ഒരാളുടെ ഉള്ളിൽ ഒരു ആത്മാന്വേഷണം വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങളോട് ഒരു ചോദ്യം ചെയ്യൽ അവൻ്റെ ഉള്ളിൽ വരും. ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റ് എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു മുട്ടായി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ വർണ്ണക്കടലാസ് അതിനെ പൊതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വർണ്ണക്കടലാസ് അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തുറന്ന് അതിനകത്തുള്ള മധുരം എടുത്ത് കഴിക്കണം. അപ്പോൾ അതേപോലെ ഉൾക്കാമ്പിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഓരോ സാധകനും അല്ലെങ്കിൽ സാധകനാകുന്നവൻ ചെയ്തിരിക്കണമെന്നാണ്. ഉപരിവിപ്ലവമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. ശിവരാത്രി വരുന്ന സമയത്ത് എല്ലാവരും ഉറക്കൊഴിയുന്നു. ഓണം വരുന്ന സമയത്ത് എല്ലാവരും പൂക്കളം ഇടുന്നു. ഇനി ശബരിമല എത്തുമ്പോഴോ ശബരിമലയുടെ മണ്ഡലവ്രതം എടുക്കുമ്പം ആ കാലമാകുമ്പോൾ മണ്ഡലവ്രതം എടുക്കുന്നു. അപ്പോൾ ഓരോ മാസവും ഓരോന്ന് നമ്മളിങ്ങനെ ചാടി പോകുന്നു. എന്തുകൊണ്ട്? സമൂഹം എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മളിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നു, മറ്റുള്ളവരെ കാട്ടി കൂടുതലായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ നല്ലൊരു ഭക്തനാണ് എന്നുള്ള ഒരു പേര് സമ്പാദിക്കുന്നു. അതിലപ്പുറം അന്വേഷണം ബുദ്ധി നമ്മളിൽ ഉണരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും.